എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ റാഗിപ്പൊടി വെച്ച് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാവുന്ന നല്ല ടേസ്റ്റോടുകൂടി ഹലുവയുടെ റെസിപ്പിയാണ് ഇവിടെ കാണിച്ചു തരുന്നത്. ഒരു 10-15 മിനിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഹലുവ ഉണ്ടാക്കിയെടുക്കാം. നമ്മളിവിടെ ഹെൽത്തി ആയിട്ട് തന്നെയാണ് ഹലുവ ഉണ്ടാക്കിയെടുക്കുന്നത്. വലിയവർക്കും കുട്ടികൾക്കും ഒരുപാട് ഇത് ഇഷ്ടപ്പെടും. എങ്ങനെ നമുക്ക് തയ്യാറാക്കുന്നത് നോക്കിയാലോ. ഇവിടെ ഞാൻ 250 ml കപ്പിൽ 2 കപ്പ് റാഗി പൗഡർ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ റെഡിമെയ്ഡ് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. 400 ml തേങ്ങാപ്പാലാണ് ഞാൻ ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചെറിയൊരു തേങ്ങ നല്ലതായിട്ട് അടിച്ച് അതിനെ പിഴിഞ്ഞ് 1 പാലും 2 പാലും എടുക്കുക. അപ്പോൾ അതിന് ഇതിലോട്ട് കുറേച്ചായിട്ട് ഒഴിച്ച് കൊടുത്ത് ഇതിനെ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ബാക്കി ഇതിലോട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഒരു ലൂസായിട്ടാണ് നമ്മളിതിനെ കലക്കിയെടുക്കുന്നത്. വെള്ളത്തിൻ്റെയൊക്കെ ആ ഒരു ലൂസിലാണ് നമ്മളിതിനെ കലക്കിയെടുക്കേണ്ടത്. അപ്പോൾ തേങ്ങാപ്പാലിൻ്റെയൊക്കെ അളവ് നമുക്ക് നോക്കി ഇതിൽ ആവശ്യത്തിന് ക്രമീകരിച്ച് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എത്ര തേങ്ങാപ്പാൽ ഒഴിക്കുന്നോ അത്രയും ടേസ്റ്റ് കൂടുതലായിരിക്കും. ഒട്ടും കട്ടകളുണ്ടാകാൻ പാടില്ല. ആ രീതിയിൽ നമുക്കിതിനെ കലക്കിയെടുക്കാം. അപ്പോൾ റാഗിപ്പൊടി ഞാൻ ഇവിടെ കലക്കിയെടുത്തിട്ടുണ്ട്. കണ്ട് ഈ ഒരു ലൂസിലാണ് കലക്കിയെടുത്തിരിക്കുന്നത്. ദോശമാവിനേക്കാളും കുറേയും കൂടെ ലൂസിൽ വെള്ളത്തിൻ്റെ ആ ഒരു രീതിയിൽ തന്നെയാണ് എന്നെ കലക്കിയെടുത്തിരിക്കുന്നത്. റാഗി കലക്കിയെടുത്ത മിക്സ് ഒരു പാത്രത്തിലോട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇതിലോട്ട് ഞാൻ 1 കപ്പ് ശർക്കരപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. നല്ലതായിട്ട് ഇത് ഇളക്കി മിക്സ് ചെയ്യാം. ഇപ്പോൾ നിങ്ങളുടെ ശർക്കരപ്പൊടി ഇല്ല, ശർക്കര ഇരിക്കണമെന്നുണ്ടെങ്കിൽ ശർക്കര നല്ലതായിട്ട് ചീകി എടുക്കുക, അല്ലെങ്കിൽ പൊടിച്ച് 1 കപ്പ് എടുക്കുക. എന്നിട്ട് 2-3 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ എടുത്തിട്ട് നല്ലതായിട്ട് ഇതിനെ ഉരുക്കിയെടുക്കുക. എന്നിട്ട് അരിച്ച് ഇതിലോട്ടങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതിയേ. ഇത് നമുക്കിനി സ്റ്റൗവിലോട്ടങ്ങ് മാറ്റാം. ഇത് സ്റ്റൗവിലോട്ട് മാറ്റിയിട്ടുണ്ട്. നമുക്കിതിനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. തിളച്ച് വരുമ്പോൾ തന്നെ ഇത് പെട്ടെന്ന് കുറുകി വരും. അപ്പോൾ ഇത് കട്ടകളൊക്കെ ഉടച്ചു കൊടുത്ത് ഇതിന് നമുക്ക് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. തീ ഞാൻ കുറച്ച് വെക്കണം കേട്ടോ, തീ കൂട്ടി വെക്കല്ലേ, പെട്ടെന്ന് അതങ്ങ് കുറുകിപ്പോവും. റാഗിയുടെയൊക്കെ വെള്ളം വറ്റി ഈ ഒരു രീതിയിൽ വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ 1 ടീസ്പൂൺ ഏലക്കപ്പൊടി ഇതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. പഞ്ചസാര ഇട്ട് പൊടിച്ചതാണ്. ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നല്ലതായിട്ട് നമുക്കിതിനെ മിക്സ് ചെയ്തെടുക്കാം. നല്ലതായിട്ട് ഇത് മിക്സ് ചെയ്ത് നമുക്ക് കുറച്ച് നേരം കൂടെ ഒരു 5 മിനിറ്റും കൂടെ നല്ലതായിട്ട് ഇതിനെ ഇളക്കിയെടുക്കണം. കാരണം ഈ റാഗിപ്പൊടിക്ക് ഒരു വല്ലാത്തൊരു ടേസ്റ്റ് ഉണ്ട്. ആ ഒരു ടേസ്റ്റ് പോകാൻ വേണ്ടിയാണ് നമ്മൾ ഒരു 5 മിനിറ്റോടെ ഇളക്കിയെടുക്കുന്നത്. ഞാൻ മധുരം നോക്കിയപ്പോൾ മധുരം കുറച്ച് കുറവായിരുന്നു. അതുകൊണ്ട് 3 ടേബിൾ സ്പൂൺ ശർക്കരപ്പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് ശർക്കരപ്പൊടി വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. ഓരോരുത്തരുടെ മധുരം അനുസരിച്ച് നിങ്ങൾക്ക് ഇതിലോട്ട് ശർക്കരപ്പൊടി ഇട്ട് കൊടുക്കാമേ. ഇതൊരു 5 മിനിറ്റ് ഇളക്കിയെടുത്ത് നല്ലതായിട്ട് ഇതിൻ്റെ ആ സ്മെല്ല് പോകണം. ഞാൻ ഇതിലോട്ട് വെള്ള എള്ളുണ്ടല്ലോ അതും കൂടെ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 2 ടീസ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത്. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് 3-4 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം കേട്ടോ. അതുകൂടി ഇട്ട് കൊടുത്ത് നല്ലതായിട്ട് 5 മിനിറ്റ് നമുക്കിതിനെ ഇളക്കിയെടുക്കാം. 5 മിനിറ്റ് ഇളക്കിയെടുക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ആ റാഗി എടുക്കുന്ന വല്ലാത്ത ടേസ്റ്റൊക്കെ മാറി നല്ല രീതിയിൽ ഇത് വരികയും ചെയ്യും. നിങ്ങൾക്ക് ആദ്യം റാഗിപ്പൊടി എടുക്കുന്ന സമയത്ത് റാഗിപ്പൊടി ഒന്ന് വറുത്തിട്ടെടുക്കാം. വറുത്തിട്ടെടുക്കുകയാണെങ്കിൽ ഒട്ടും റാഗിപ്പൊടിയുടെ ആ ഒരു വല്ലാത്തൊരു ടേസ്റ്റ് വരത്തില്ല കേട്ടോ. നല്ല രീതിയിൽ നമുക്ക് കിട്ടുന്നതായിരിക്കും. ഹലുവയുടെ മുകളിലോട്ട് സ്പൂൺ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് നോക്കുമ്പോൾ ഒട്ടും സ്പൂണിൽ ഒട്ട് പിടിക്കുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ ഹലുവ ഇവിടെ റെഡിയായി എന്നാണ് അർത്ഥം. ഈ ഒരു പരുവായി വന്നാൽ മതി. ഇതിനെ നമുക്ക് ഒരു പ്ലേറ്റിലോട്ട് അങ്ങ് മാറ്റാം. നെയ്യ് തടവിയിട്ടുള്ള ഞാൻ ഒരു പ്ലേറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. ആ പ്ലേറ്റിലോട്ട് ഈ ഹലുവ അങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ സ്പാച്ചിൽ വെച്ച് തന്നെ നല്ലതായിട്ട് ഇതിനെ നിരത്തിയിട്ട് അങ്ങ് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഹലുവയുടെ ഷേപ്പ് ആക്കി എടുക്കണമല്ലോ. അതിന് നിങ്ങൾ സ്പൂൺ എടുക്കുക. നനവൊട്ടുമില്ലാത്ത ഉണങ്ങിയ നല്ലൊരു സ്പൂൺ എടുക്കുക. എന്നിട്ട് സ്പൂൺ വെച്ച് നല്ല രീതിയിൽ ഇതിനെ ഷേപ്പാക്കി എടുക്കാം. നിങ്ങൾക്ക് ഇതിലോട്ട് വേണമെങ്കിൽ ക്യാഷ്നട്ടൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ക്യാഷ്നട്ടിൻ്റെ മുകളിലൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഞാൻ കുറച്ച് വെള്ള എള്ള് തന്നെയാണ് എൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് സ്പൂണ് കൊണ്ട് നല്ല രീതിയിൽ ഇതിനെ അങ്ങ് പ്രസ് ചെയ്തിട്ട് നല്ല ഷേപ്പാക്കി എടുക്കുന്നുണ്ട്. ഇത് നല്ലതായിട്ട് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. അല്ല ഇവിടെ നല്ല രീതിയിൽ തണുത്ത് വന്നിട്ടുണ്ട്. നമുക്ക് കട്ട് ചെയ്ത് നോക്കാം. അലുവ പോലെ തന്നെ ഇത് കട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. നല്ല സോഫ്റ്റാണ് കേട്ടോ. ഞാൻ എടുത്ത് കാണിച്ചു തരാം. കണ്ടില്ലേ, അലുവയുടെ ആ ഷേപ്പിൽ തന്നെ വന്നിട്ടുണ്ട്.
നല്ല കാണാനും ഭംഗിയുണ്ട്. അതുപോലെ ഞാൻ കഴിച്ചിട്ട് ടേസ്റ്റ് നോക്കി, നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടും. നമ്മളിത് ഹെൽത്തി ആയിട്ട് തന്നെയാണ് ഉണ്ടാക്കിയെടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് നെയ്യൊക്കെ അത്രയും വേണ്ടാന്നുണ്ടെങ്കിൽ നെയ്യ് കുറച്ചിട്ടാൽ മതി. കാരണം നോൺ സ്റ്റിക്ക് പാത്രത്തിൽ അത് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ അടിക്കൊന്നും പിടിക്കത്തില്ല. നല്ല പെർഫെക്റ്റായിട്ട് ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ രീതിയിൽ തയ്യാറാക്കി നോക്കുക. റാഗിയൊക്കെ കഴിക്കാത്ത കുഞ്ഞുങ്ങൾക്കായാലും ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി കൊടുത്താൽ അവർ തീർച്ചയായിട്ടും കഴിക്കും. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫാമിലിയോട്ടും ഫ്രണ്ട്സിലോട്ടൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. നമുക്കിനി ഒരു പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം.